Where is രാഹുൽ? കേരളം ഒന്നാകെ ചോദിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? അതിഗുരുതരമായ ലൈംഗിക അതിക്രമ പരാതിയിൽപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് പാർട്ടിക്കും പുറത്തായി നാണം കെട്ട് നാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 9 ദിവസമായി ഒളിവിലാണ്. ഒരുപക്ഷെ അയാൾ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകും. പക്ഷെ നിയമ സംവിധാനങ്ങളുടെ എല്ലാം കണ്ണു വെട്ടിച്ച് കാണാമറയത്താണ് ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരു ജനപ്രതിനിധി. ഉയർന്ന പരാതികൾ അനുസരിച്ച് ധാർമ്മികതയുടെ ഒരിറ്റു പോലും രാഹുലിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അതിനിടെ പുറത്താക്കിയ രാഹുലിനെ ഇപ്പോഴും ഒളിപ്പിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്നത്. എന്നാൽ മൂക്കിൻ തുമ്പത്തുള്ള രാഹുലിനെ പിടിക്കാതിരിക്കുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടി. ഇതിനെല്ലാം ഇടയിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നാളെ ഹൈക്കോടതി രാഹുലിന്റെ ഹർജി പരിഗണിക്കും. അതിനിടയിലും രാഹുലിനായി സംസ്ഥാനത്താകെ വലവിരിച്ചിരിക്കുകയാണ്. അതിർത്തികളിലും സംസ്ഥാനത്തിന് പുറത്തും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വ്യാപക പരിശോധന തുടരുന്നു. എവിടെ രാഹുൽ? ഹോട്ട് ആൻഡ് ടോക്ക് വിശദമായി പരിശോധിക്കുകയാണ്. ഷബ്ന സിയാദ്, അഞ്ജു ജയപ്രകാശ്, പി കെ സരീഷ്, അജിത് ബാബു, ലിനറ്റ് വർഗീസ് എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഷബ്ന സിയാദിലേക്കാണ്. ഷബ്ന, ഹൈക്കോടതിയിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷ എത്തിയിരിക്കുകയാണ്. മുതിർന്ന അഭിഭാഷകൻ തന്നെയാണ് ജാമ്യത്തിനായി രാഹുലിന് വേണ്ടി അപ്പീർ ചെയ്യുന്നത്. നാളെ എപ്പോഴായിരിക്കും കേസ് പരിഗണിക്കുക? എന്തൊക്കെയാണ് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ വാദിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഹർജി ഏത് വിധത്തിൽ? ബിനിൽ, സെഷൻസ് കോടതി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി നീക്കം തുടങ്ങിയിരുന്നു. ഇന്നലെ തന്നെ അഭിഭാഷകനുമായുള്ള ചർച്ചകളടക്കം ചെയ്യുകയും ചെയ്തു. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തള്ളിയാൽ ഹൈക്കോടതിയിൽ ഉടൻ തന്നെ ഫയൽ ചെയ്യാം എന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഇന്ന് ടുഡേ ആയി മൂവ് ചെയ്തില്ല. നാളെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ, അതായത് സാധാരണ ലിസ്റ്റ് ചെയ്ത് വരുന്നത് പോലെ നാളെയായിരിക്കും കോടതിയിൽ വരിക. ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിലായിരിക്കും ഒരുപക്ഷെ എത്തുക. ഒരുപക്ഷെ രാവിലെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തന്നെ ബലാത്സംഗ കുറ്റമാണ് തനിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ പെൺകുട്ടി നൽകിയ FIS ഉണ്ട്, അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ FIS പ്രകാരം ഒരു റേപ്പ്, അതായത് ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല. അതോടൊപ്പം തന്നെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് അത്തരത്തിൽ നിർബന്ധിച്ചാണ് ഗർഭചിത്രം നടത്തിയത് എന്നതിനും അതും സാധൂകരിക്കാൻ പറ്റില്ല. ഈ മൊഴി അത്തരത്തിൽ നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള ഈ 2 കുറ്റങ്ങൾ, റേപ്പ്, അതോടൊപ്പം തന്നെ ഈ ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിച്ചത്, ഇത് രണ്ടും നിലനിൽക്കുന്നതല്ല എന്ന വാദമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ 2 ഗുരുതര കുറ്റകൃത്യമാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളതും അതോടൊപ്പം ജാമ്യം കിട്ടാത്തതുമായ കുറ്റകൃത്യം. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നിലനിൽക്കില്ല എന്ന വാദത്തിലായിരിക്കും ഒരു പക്ഷേ കോടതിക്ക് മുൻപാകെ നിയമപരമായ അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവുകൾ വെച്ച് അഡ്വക്കേറ്റ് എസ് രാജീവ് അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ ഇതിൽ വാദം ഉന്നയിക്കുക. ഏതായാലും മറ്റൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്, സാധാരണ നിലയിൽ പരാതി നൽകുന്നത് ഇത്തരം ഒരു കേസ് വന്നാൽ പോലീസിനാണ്. ഇത് അതിൽ നിന്ന് വിഭിന്നമായി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി പരാതി നൽകുകയും മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയുമായിരുന്നു. സാധാരണ രീതിയിലുള്ള ഒരു പരാതിയല്ല, രാഷ്ട്രീയ പ്രേരിതമാണ്. തൻ്റെ പൊളിറ്റിക്കൽ കരിയർ തകർക്കാനാണ് ഗൂഢാലോചനയുടെ ഈ പരാതിക്ക് വേണ്ടി. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപിച്ചാണ് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സെഷൻസ് കോടതിയിൽ കുറേ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. സെഷൻസ് കോടതി ഈ തെളിവുകളൊന്നും കൃത്യമായി പരിശോധിക്കാതെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇനിയിപ്പോൾ കോടതിക്ക് മുമ്പാകെ ഈ ഹർജി നാളെ എത്തുമ്പോൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ നിലയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിൻ്റെ വിശദീകരണത്തിനായി കോടതി മാറ്റും. അതോടൊപ്പം ഒരു പക്ഷേ ഇത്തരത്തിൽ രാഹുൽ ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ തന്നെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവ് വാങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജാമ്യം നൽകുക എന്നുള്ളത് പ്രധാനമായ പരിഗണനയ്ക്ക് അതായത് ആ ആവശ്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് മുൻപേ അറസ്റ്റ് തടയുക, അങ്ങനെ രാഹുലിനെ ആക്കുക, അതായിരിക്കും അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു നീക്കം. അതായിരിക്കും രാഹുലിൻ്റെയും ആഗ്രഹം. അതിനുശേഷം സ്ഥിരം ജാമ്യം തേടിക്കൊണ്ട് വിശദമായ വാദമുഖങ്ങൾ ഉന്നയിക്കുക, അങ്ങനെ ഒരു നീക്കത്തിനാണോ സാധ്യത? തീർച്ചയായും അത്തരത്തിൽ തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ ഒളിവിൽ കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 9 ദിവസത്തോളം ഒളിവിലാണ്. ഈ ഒളിവിൽ കഴിഞ്ഞ സമയത്തൊക്കെയും പോലീസ് ഈ രാഹുലിനെ അന്വേഷിച്ച് നടക്കുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ പോലീസിൻ്റെ നീക്കം നടക്കുന്നു. പക്ഷേ നാളെ ഇനിയിപ്പോൾ ഒരു പക്ഷേ ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് മുമ്പാകെ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് കോടതി അത് അനുവദിച്ചാൽ, അതായത് ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന് പുറത്തു വരാം. അത്തരത്തിൽ പുറത്തു വന്ന് ഈ
ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ട് ജാമ്യാപേക്ഷയിൽ അന്തിമമായ വിധി വരുന്ന സാഹചര്യത്തിനനുസരിച്ച് പിന്നീട് നീക്കങ്ങൾ നടത്താനും ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും രാഹുലിന് സാധിക്കും. ഏതായാലും അഭിഭാഷകൻ അത്തരം ഒരു കാര്യം ഉന്നയിക്കാൻ തന്നെയാണ് നാളെ സാധ്യത. നാളെ വിശദമായ വാദം ഏതായാലും ഉണ്ടാവില്ല. പോലീസിനോട് അല്ലെങ്കിൽ സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയായിരിക്കും നാളെ കോടതിയിൽ നടക്കുക. ശരി, ഷബ്നാസ് സിയാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റു റിപ്പോർട്ടർമാരിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ അന്വേഷണം ഏത് വിധത്തിൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അഞ്ജു, എവിടെയാണ് രാഹുൽ ഉള്ളത് എന്നതിനെ പറ്റി എന്തെങ്കിലും തുമ്പ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? വലിയ അത്യാഡംബര സൗകര്യങ്ങളുള്ള റിസോർട്ടിൽ, ഒരു വലിയ തോട്ടത്തിന്റെ നടുവിലുള്ള റിസോർട്ടിൽ കർണാടകയിൽ രാഹുൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ അവസാന ഘട്ടത്തിൽ പുറത്തു വന്ന വിവരം. പക്ഷേ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഇടപെടാൻ സാധിച്ചിരുന്നില്ല. അതിനിടയിൽ ഇടപെടുന്ന സമയത്ത് അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു. വേർ ഈസ് രാഹുൽ? അതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ടോ അഞ്ജു? ബിനിൽ, കൃത്യമായൊരു ഉത്തരമില്ല. പക്ഷേ കേരളത്തിനകത്തും പുറത്തും രാഹുലിനായിട്ട് വലിയ തരത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അകത്ത് നമ്മൾ കാണുന്നത് പോലെ അരിച്ചുപെറുക്കിയുള്ള തിരച്ചിലാണ്. പക്ഷേ സംസ്ഥാനത്തിന് പുറത്ത് അത്തരത്തിലൊരു തിരച്ചിൽ നടത്താൻ പോലീസിന് സാധിക്കുന്നുണ്ടോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ചിലയിടങ്ങളിലൊക്കെ പോലീസിന് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അതായത് നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ 3000 ഏക്കറിലുള്ള റിസോർട്ടിൽ, തോട്ടത്തിനുള്ളിലെ ഒരു റിസോർട്ടിൽ താമസിക്കുന്നു. അവിടെ പ്രാദേശിക നേതൃത്വത്തിന്റെ സഹായത്തോടുകൂടി, പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ സഹായത്തോടുകൂടി എല്ലാ സൗകര്യങ്ങളും എത്തുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൈസഹായം എത്തുന്നു. ഇതൊക്കെ കൂടാതെ ഈ റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാബന്ധങ്ങളൊക്കെ കൃത്യമായിട്ട് സഹായഹസ്തവുമായി എത്തുന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് പേടിക്കേണ്ടി വരിക പോലീസിനെയൊക്കെ എന്നാണ് ചോദ്യചിഹ്നമായി വരുന്നത്. മാറാൻ ഫോണും സിമ്മും ഒക്കെ എത്തിക്കുന്നു, വാഹനം എത്തിക്കുന്നു, വസ്ത്രങ്ങൾ എത്തിക്കുന്നു, എല്ലാം കൺമുമ്പിൽ എത്തിക്കുകയാണ്. അത് തന്നെയാണ് പോലീസ് പറയുന്നത് വലിയ വെല്ലുവിളിയായിട്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് രാഹുലിനെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസപ്പെടുന്ന കാര്യമാണ്. ഇനി അവിടെ നിന്ന് കടന്നു കളഞ്ഞാൽ തന്നെ അത് പോലീസിന് മനസ്സിലാകാൻ പോലും പറ്റത്തില്ല. കാരണം അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ സഹായം കൃത്യമായിട്ട് രാഹുലിന് ലഭിക്കുന്നുണ്ട്. അത് രാഹുൽ കൃത്യമായി മുതലാക്കുന്നുമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇനി കടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് പരതുന്നത്. എന്തായാലും രാഹുൽ ഇപ്പോൾ വിന്റർ വെക്കേഷന്റെ സമാനമായിട്ടുള്ള ജീവിതമാണ് തുടരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതിനിടയിൽ സംസ്ഥാനത്തെ പരിശോധന അതും തുടരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നേതാക്കന്മാരെ ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, പുതിയ സിമ്മും ഫോണും കിട്ടിയതിന് ശേഷം പരിചയക്കാരെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരിക്കുമോ, ഇതൊക്കെ പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും സമീപിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ഫോണൊക്കെ കൃത്യമായി പോലീസ് നിരീക്ഷണത്തിലായിരിക്കും ഉണ്ടാവുക. ഒപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ വീടുകളും ഒക്കെ പരിശോധിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റുകളിലൊക്കെ വലിയ തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. കാസർഗോഡ് 2 ചെക്ക് പോസ്റ്റാണുള്ളത്, കണ്ണൂർ 1 ചെക്ക് പോസ്റ്റും ഉണ്ട്. ഒപ്പം തന്നെ വയനാട് 4 ഉണ്ട്, പാലക്കാട് ആയിക്കോട്ടെ 9 ചെക്ക് പോസ്റ്റ് ഉണ്ട്, തിരുവനന്തപുരത്ത് 13 ഉണ്ട്. അങ്ങനെ ഏത് തരത്തിലും ഒരുപക്ഷെ പോലീസിന് അതായത് സംശയമുള്ളത് ഇനിയിപ്പോൾ കീഴടങ്ങും എന്ന കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ തീരുമാനമാവില്ല. കാരണം ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുന്ന സാഹചര്യത്തിൽ കീഴടങ്ങാനുള്ള സാധ്യതയില്ല. എന്നാലും അറസ്റ്റ് തടഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ഉത്തരവ് വരാത്ത സ്ഥിതിക്ക് രാഹുലിനായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അത് പറച്ചലിൽ മാത്രമാണോ നിൽക്കുന്നത് എന്നതാണ് ഏറെ ആശങ്കപ്പെടേണ്ട കാര്യം. എന്തായാലും ബന്ധങ്ങളിലൊക്കെ കൃത്യമായിട്ട് രാഹുൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പോലീസിന് ആ സ്ഥലത്തെത്തി രാഹുലിനെ പിടികൂടുക എന്നതാണ് സ്വാഭാവികമായിട്ട് കാര്യമായിട്ട് പറയുന്നത്. രാഹുലിന്റെ അടുത്ത മൂവ്മെന്റ് എന്താണെന്നുള്ളത് പോലീസിന് ഊഹിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് രാഹുലിന്റെ മുന്നോട്ടുള്ള പോക്ക്. അത് ഇപ്പോൾ ഇനിയിപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ആ തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കാര്യമായ രീതിയിലുള്ള സഹായം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം അത് വ്യക്തിപരമാകാൻ മറ്റേത് തരത്തിലുള്ള സഹായമാണ് എന്ന് നമുക്കിപ്പോൾ അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷെ എന്തായാലും രാഹുലിന് സഹായം ലഭിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഈ കൂട് വിട്ട് കൂടുമാറ്റം നടക്കില്ല. അത് ഉറപ്പാണ് ബിനിൽ. രാഹുലിന് ഒരു കൈസഹായം ലഭിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുലിന് ഒരിക്കലും അവിടെ ഇത്രയും നാൾ, അതായത് 9 ദിവസമായി തിരച്ചിൽ ആരംഭിച്ചിട്ട് ഈ 9 ദിവസവും രാഹുലിന് ഒറ്റയ്ക്ക് കർണാടകത്തിൽ എങ്ങനെ ഇത്രയും നാൾ പോലീസിന്റെയോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെയോ കണ്ണുവെട്ടിച്ച് താമസിക്കാൻ പറ്റും? സാധാരണ പോലീസ് ഒരു പ്രതിയെ, അതായത് ഏതൊരു കേസിലെ പ്രതിയും അവിടെ താമസിച്ച് കൃത്യമായി പരിശോധന നടത്തിയൊക്കെ പിടികൂടി തിരിച്ചു വരുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പ്രാദേശിക നേതൃത്വത്തിന്റെ കൃത്യമായ പിന്തുണ, റിയൽ എസ്റ്റേറ്റ്
മറ്റ് ഗുണ്ട ബന്ധങ്ങളുടെ കൃത്യമായിട്ടുള്ള കൈസഹായം ഇതൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ട്. കയ്യിലെ മൊബൈൽ ഫോൺ ഓൺ ആയാൽ മാത്രം ആ ലൊക്കേഷൻ പോലീസിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേസമയം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ ഫോൺ ഇനിയിപ്പോൾ രാഹുലിന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് എന്താണ് ഇത്ര വലിയ ഉറപ്പ് എന്നത് തന്നെയാണ് പോലീസ് ചോദിക്കുന്നത്. അത് മറ്റാരുടെയെങ്കിലും കൈകളിലേക്ക് എത്തിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നിലവിൽ പറയുന്ന ഫോൺ നശിപ്പിച്ചിട്ടുണ്ടാകാം, ആ സിം മറ്റൊരു ഫോണിലേക്ക് ഇട്ടിട്ടുമുണ്ടാവാം. ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും രാഹുലിനെ കിട്ടിയാൽ ആദ്യം തന്നെ ആ ഫോൺ പിടിച്ചെടുക്കുക എന്നത് തന്നെയായിരിക്കും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായക കാര്യം. രാഹുൽ ഉപയോഗിച്ചിട്ടുള്ള ഫോൺ അതാണെങ്കിൽ, അതായത് ഈ ആരോപണം ഉയർന്നിട്ടുള്ള സമയത്ത് രാഹുൽ ഉപയോഗിച്ചിട്ടുള്ള ഫോൺ അതാണെങ്കിൽ അത് പ്രധാനപ്പെട്ട തെളിവായി മാറും. ഏതാണെങ്കിലും രാഹുൽ ഉപയോഗിക്കുന്ന ആ ഫോൺ വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. അതിനു മുൻപ് രാഹുലിനെ കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. PK സരീഷ് കാസർഗോഡ് നമുക്കൊപ്പം ചേരുകയാണ്. സരീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിർത്തി, അവിടെ വ്യാപകമായ രീതിയിലുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായി, പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. ഇപ്പോൾ കാസർഗോഡ് അതിർത്തിയിലെ പരിശോധന ഏത് വിധത്തിലാണ്? കാസർഗോഡിന് അപ്പുറത്തേക്ക് മംഗലാപുരം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോലീസ് സംഘം നീങ്ങിയിട്ടുണ്ടോ? അഭ്യൂഹങ്ങൾക്ക് ഇപ്പോഴും കുറവില്ല എന്നുള്ളത് തന്നെയാണ്. കാഞ്ഞങ്ങാട് മേഖല കേന്ദ്രീകരിച്ച് ഈ രാഹുൽ എത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ പോലും പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇന്ന് ഏതെങ്കിലും രീതിയിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കാതിരുന്നാൽ സ്വാഭാവികമായും ഹൊസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങുക എന്നൊരു ലക്ഷ്യം രാഹുലിനുണ്ടായിരുന്നു എന്ന് പോലുമുള്ള ചില സൂചനകൾ വന്നിരുന്നു. ഇന്നലെയാണ് കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് രാഹുൽ കടന്നത് എന്നുള്ളതായിരുന്നു ഇന്നലെ പോലീസ് ഉൾപ്പെടെ കരുതിയിരുന്നത്. കാരണം ഈ സുള്ളിയിലും പുത്തൂരിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ പുത്തൂരിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത് എന്ന സൂചനകൾ പോലും പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അവിടെ പോലീസ് എത്തും, അല്ലെങ്കിൽ SIT അന്വേഷിച്ച് എത്തും എന്നറിഞ്ഞപ്പോൾ അവിടെ നിന്നും മാറി എന്ന സൂചനകളായിരുന്നു പിന്നീട് പോലീസിന് ലഭിച്ചത്. അതിനിടയിലാണ് ഈ ഉടുപ്പി കേന്ദ്രീകരിച്ച് രാഹുൽ ഉണ്ട് എന്ന ചില സൂചനകൾ വന്നത്. അതിനിടയിൽ തന്നെ വൈകിട്ടോടെ ഈ രാഹുൽ ജാമ്യം നിഷേധിച്ചതോടെ, മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ രാഹുൽ കീഴടങ്ങുമെന്ന സൂചനകൾ വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ വ്യാപകമായ തിരച്ചിൽ, പ്രത്യേകിച്ച് തലപ്പാടിയിലും അതോടൊപ്പം തന്നെ അമ്പലത്തറ മേഖലകൾ കേന്ദ്രീകരിച്ചും കാഞ്ഞങ്ങാട്, കാസർഗോഡ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ വ്യാപകമായി നടത്തിയത്. പോലീസിന് ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്: കീഴടങ്ങും മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് കേരളത്തിൽ എത്തിയതിന് ശേഷം കേരള പോലീസ് മുഴുവൻ ഭാഗങ്ങളിലും പരിശോധന നടത്തുന്നതുകൊണ്ട് തന്നെ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഇന്ന് രാവിലെയും ചില കോൺഗ്രസ് നേതാക്കളുടെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും വീടുകൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ രാജപുരം, അതോടൊപ്പം തന്നെ ചിറ്റാരിക്കാൽ മേഖലകൾ കേന്ദ്രീകരിച്ചിരുന്നു ആ പരിശോധന. പ്രത്യേകിച്ച് ഈ രാഹുലിനെ പല ഘട്ടങ്ങളിലും സഹായിച്ചത് ഇത്തരം ആളുകളായിരുന്നു. പല കേസുകളിലും രാഹുലിനോടൊപ്പം തന്നെ കൂട്ടുപ്രതികളായവരാണ്. അത് സമരങ്ങളാവട്ടെ, അതോടൊപ്പം തന്നെ ഈ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നൽകിയതുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ രാഹുലിനൊപ്പം പ്രതിയായ ആളുകളുടെ വീട്ടുകളിൽ പോലും തിരച്ചിൽ നടത്തിയിരുന്നു.